ഞാൻ PDT ആചാര്യയിലേക്ക് പോകുന്നു. PDT ആചാരി, ഇപ്പോൾ ഈ ഭാരതാംബയും കാവിക്കുടി ഇന്ത്യ ഭാരതാംബയും അതിൻ്റെ പുഷ്പാർച്ചനയും ഒക്കെയാണ് തർക്ക വിഷയം. ഭാരതാംബ ഏതെങ്കിലും പാർലമെൻറ്റ് നിയമം വഴി നടപ്പിലാക്കിയ ദേശീയ എംബ്ലമാണോ? ഈ ഭാരതാംബയുടെ മുന്നിൽ, കൊടിപിടിച്ചിരിക്കുന്ന ഭാരതാംബയുടെ മുന്നിൽ പുഷ്പാർച്ചന നടത്താതെ ഒരു മന്ത്രി പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്നത് അതൊരു പ്രോട്ടോകോൾ ലംഘനമാണോ? PDT ആചാരി, ഇതിൽ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡായിരിക്കുന്ന ഗവർണർ ഒഫീഷ്യലായ ചടങ്ങുകളിൽ ഈ ഭാരതമാതാവ് എന്നതിൻ്റെതെന്ന് പറയപ്പെടുന്ന ഒരു ചിത്രം അവിടെ കൊണ്ടുവയ്ക്കുകയും അതില് പൂമാലയിടുകയും പുഷ്പാർച്ചന നടത്തുകയും വിളക്ക് കത്തിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? നിയമപരമായി ഭരണഘടനാപരമായി അത് ശരിയാണോ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഇതിന്റെ കാതലായ പ്രശ്നം. ഒഫീഷ്യൽ പരിപാടിയിൽ അല്ലെങ്കിൽ ഭാരതമാതാവിന്റെ ചിത്രത്തിനെ കുറിച്ച് ആർക്കും ഒരു സംശയവും ആവശ്യമില്ല. അതിനെക്കുറിച്ച് ബഹുമാനമല്ലേ ഉള്ളൂ. പക്ഷെ ഒഫീഷ്യൽ ഫംഗ്ഷനിൽ അത് വെക്കുന്നത് ശരിയാണോ നിയമപരമായി ഭരണഘടനാപരമായി? അതാണ് എനിക്ക് തോന്നുന്ന അതാണ് അതിന്റെ പ്രധാന പ്രശ്നം. അപ്പൊ അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന ഈ ഒരു സങ്കല്പം ഇതിന് ഒഫീഷ്യൽ റെക്കഗ്നീഷൻ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഏറ്റവും വൈകാരികമായ ഒരു സ്ലോഗൻ, ഒരു മുദ്രാവാക്യമായിരുന്നു ഭാരതമാതാ കി ജയ് എന്ന് പറയുന്നു. അപ്പോ അതിന്റെ ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് ഈ ബങ്കിം ചന്ദ്രന്റെ ആനന്ദമഠ് എന്ന് പറയുന്ന നോവലിൽ ആണ് അദ്ദേഹം ആദ്യമായി ഈ മാതൃസങ്കല്പം കൊണ്ടുവന്നത്. രാജ്യത്തിന് ഒരു മാതൃസങ്കല്പം കൊണ്ടുവന്നത് അങ്ങനെയാണ്. അത് പിന്നീട് അതൊരു ചിത്രമാക്കിയതും അത് അഭിനീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്ന രവീന്ദ്രനാഥ് ടാഗോറിന്റെ അനന്തരവൻ ഒരു വലിയ ചിത്രകാരനായിരുന്നു. അദ്ദേഹമാണത് ചിത്രം വരച്ചത് ആദ്യം. പക്ഷെ അദ്ദേഹം ആദ്യം ചിത്രം വരച്ചത് 4 കൈകളോടുകൂടിയുള്ള ഒരു മാതാവ്, അതായത് ബംഗമാതാവ് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. കാരണം അവർക്ക് അതിനെക്കുറിച്ച് അങ്ങനെയാണ് സങ്കല്പം, അവരുടെ സങ്കല്പം ബംഗാളിന്റെ ഒരു മാതാവ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഒരു രാജ്യത്തിനെ അല്ലെങ്കിൽ ഒരു പ്രവിശ്യയെ അത് ഒരു മാതൃസങ്കല്പവുമായി കൂട്ടിച്ചേർത്ത് വരുന്ന അങ്ങനെയുള്ള ഒരു ചിത്രരചനയായിരുന്നു അത്. പക്ഷെ അത് പിന്നീട് അത് പല രൂപാന്തരങ്ങൾ വന്ന് പല രൂപത്തിലായി. അത് ഇപ്പോ രാജ്ഭവനിൽ കാണിച്ചിരിക്കുന്നത് ഒരു സ്ത്രീരൂപം, അതിൽ ഒരു ശൂലമൊക്കെ പിടിക്കുക, ഒരു കൊടി പിടിക്കുക, അതിന്റെ പുറകിൽ സിംഹം നിൽക്കുന്ന, ഇങ്ങനെയൊക്കെയുള്ള രൂപങ്ങളാണ്. അങ്ങനെ ഒരു ചിത്രമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഇതിൽ. ഇതൊന്നും ഞാൻ പറഞ്ഞത് ഈ ഭാരതമാതാവ് എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിന് ഈ രീതിയിലുള്ള ഒരു ദൈവിക സങ്കല്പം അല്ലെങ്കിൽ ഒരു മാതൃസങ്കല്പം, ഈ രീതിയിലുള്ള ഒരു റെക്കഗ്നീഷൻ നമ്മുടെ ഭരണഘടനയിലോ നിയമങ്ങളിലോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് നാഷണൽ ആന്തമുണ്ട്, ദേശീയ ഗാനമുണ്ട്, ദേശീയ പതാകയുണ്ട്. അതുപോലെ തന്നെ സാരനാഥിലെ അശോകന്റെ ലയൺ ക്യാപിറ്റൽ ഉണ്ട്. പിന്നെ നമ്മുടെ നാഷണൽ സിംബൽസ് ആയിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. നാഷണൽ ബേർഡ് ഉണ്ട്, നാഷണൽ ട്രീ ഉണ്ട്, നാഷണൽ ആനിമൽ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലെങ്ങും ഈ ഭാരതാംബ അല്ലെങ്കിൽ ഭാരതമാതാവ്, ഈ വടക്കേന്ത്യയിൽ ഭാരതമാതാവ് എന്നാണ്, അല്ല ഭാരതാംബ എന്ന് പറഞ്ഞ ഇവിടെ ആർക്കും അറിയത്തില്ല. ഈ സങ്കല്പം ഇതിലെങ്ങും തന്നെ വരുന്നില്ല എന്നുള്ളത് ആണ് പ്രധാന ഒരു കാര്യം കൂടി. അങ്ങനെ നിർബന്ധം പിടിച്ചാൽ മന്ത്രി അതിൽ പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്നത് ഒരു പ്രോട്ടോകോൾ ലംഘനമായി കണക്കാക്കാൻ കഴിയുമോ? അല്ല, അത് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അത് വേറൊരു ഇഷ്യൂ ആണ്. വാസ്തവം പറഞ്ഞാൽ അത് അത്ര ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഞാനത് കാണുന്നില്ല. പ്രോട്ടോകോൾ ലംഘനം എന്നുള്ളതല്ല ഇഷ്യൂ, അതല്ല. കാരണം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആയിരിക്കുന്ന ഒരാള് ഒഫീഷ്യൽ ഫംഗ്ഷനിൽ നിയമപരമായോ ഭരണഘടനാപരമായോ ഒരു അക്സെപ്റ്റൻസ് ഇല്ലാത്ത ഒരു ചിഹ്നം, ഒരു സങ്കല്പം അത് കൊണ്ടുവന്ന് വെക്കുക. അതേസമയത്ത് സാരനാഥിലെ ലയൺ ക്യാപിറ്റൽ കൊണ്ടുവയ്ക്കുക, പ്രശ്നമൊന്നുമില്ല. കാരണം നാഷണൽ എംബ്ലമാണത്, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നാഷണൽ ഫ്ലാഗ്, ഇതെല്ലാം കൊണ്ടുവയ്ക്കുക, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതെല്ലാം അക്സെപ്റ്റഡ് ആണ്. നിയമപരമായും ഭരണഘടനാപരമായും ഒക്കെ ഇത് സ്വീകരിക്കപ്പെട്ട, അക്സെപ്റ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളാണ്. അതിവിടെ ഉപയോഗിക്കാം.
ഇപ്പൊ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വയ്ക്കുന്നു. അദ്ദേഹം രാഷ്ട്രപിതാവാണ്. ഭരണഘടനയിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ രാഷ്ട്രപിതാവാണ്. രാഷ്ട്രം അംഗീകരിച്ച ഒരു പദവിയാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിമാര്, നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള പ്രധാനമന്ത്രിമാര്, ഈ നരേന്ദ്രമോദി ഉൾപ്പെടെ ഇവരുടെയൊക്കെ ചിത്രം വയ്ക്കുന്നതിന് ആർക്കും ഒരു പ്രശ്നമില്ല. ഇതെല്ലാം ഒഫീഷ്യലായിട്ട് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. വ്യക്തമാണ് PDT ആചാരി. Debate with Dr. Arun Kumar.